നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്രത്തോളം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന്. ഫോണില്ലെങ്കിൽ എന്താ പറയുക, ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആരും വ്യത്യസ്തരാണെന്ന് തോന്നുന്നില്ല, അപൂർവം ചിലരുണ്ടാകാം. അപ്പോൾ ഈ മാറ്റത്തെക്കുറിച്ച് ആനന്ദ് മഹീന്ദ്ര അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും നമ്മൾ തത്സമയത്തിൽ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഈ ദിവസം പങ്കുവച്ച ഒരു വീഡിയോ, കുറച്ച് സെക്കൻഡുകളുള്ളൊരു വീഡിയോ ആണ്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഫോൺ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ്. ആദ്യം അതൊന്ന് കാണാം. അനഘ പ്രകാശുണ്ട്. അനഘ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ച് നീളത്തിലൊരു സാധനം കണ്ടാൽ നേരെ ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ തോണ്ടാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുക. അങ്ങനെ അദ്ദേഹം പറയുന്നത് മ്യൂട്ടേഷൻ സംഭവിച്ചു തുടങ്ങിയെന്നാണ്. അത് എല്ലാ തലത്തിലും പ്രകടമാണല്ലേ. ഇത് നമ്മളൊരു ഉപദേശ രൂപേണയല്ല, മൊത്തത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ദിവീഷ്, എനിക്ക് നമ്മുടെ ഈ ചില കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ ഒരുപാട് സാങ്കേതിക വിദ്യയിലൊക്കെ ഒരുപാട് മാറ്റം വന്ന നമ്മുടെ ജീവിത രീതിയിൽ തന്നെ വളരെയധികം പുരോഗതിയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ അതേസമയം ഇത്തരത്തിൽ മൊബൈൽ ഫോൺ അതുപോലെയുള്ള ഇതിൻ്റെ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ബാല്യം, നമ്മൾ തന്നെ പറയും നമ്മുടെ ബാല്യം വളരെ മനോഹരമായിരുന്നു, പാടത്തും തൊടിയിലും ഒക്കെ കളിച്ച് നമ്മുടേതായ ഒരു ഇമാജിനറി വേൾഡിൽ വളർന്നതിൻ്റെ ഗുണങ്ങളും ഇപ്പോൾ ഉള്ള നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗം പോലും വളരെ പെട്ടെന്ന്, മുതിർന്ന ആളുകളെക്കാളും കൂടുതൽ പെട്ടെന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ട് കാണുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ, വളരെ കുഞ്ഞിലെ തന്നെ ഉപയോഗിച്ച് അവർക്കത് വളരെയധികം കാരണം ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും ഒന്നോ അതിലധികമോ ഫോണുകളുണ്ട്. അവർക്ക് കുഞ്ഞിലെ തൊട്ട് കണ്ട് വളരെ പരിചയമുള്ള ഒരു വസ്തുവാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. കേവലം സംസാരിക്കുക എന്നതിലപ്പുറത്തേക്ക് ഫോൺ ഇന്ന് നമ്മുടെ മറ്റ് പല ഉപയോഗത്തിൻ്റെയും കൂടെ ഒറ്റ ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഫോണെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആനന്ദ് മഹീന്ദ്ര പങ്കുവെച്ച വീഡിയോയിൽ വളരെ കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ അതിലൊരു കുഞ്ഞ് അവന് കഴിക്കാൻ കൊടുത്ത റൊട്ടി പോലത്തെ ഒരു പലഹാരമാണ്, ഒരു കുഞ്ഞ് നീണ്ട ഒരു പലഹാരം. ഇത് കാണുമ്പോൾ ഈ കുഞ്ഞ് നേരെ എടുത്ത് ചെവിയിൽ വെക്കുകയാണ്, ഫോണാണെന്ന് കരുതി. അതൊരു ഇലക്ട്രോണിക് ഉപകരണമോ അല്ലെങ്കിൽ ഈ കാൽക്കുലേറ്റർ പോലെ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ആ ഒരു ഭക്ഷണ സാധനം കണ്ടപ്പോൾ കുഞ്ഞിന് തോന്നിയത് മൊബൈൽ ഫോൺ ആണെന്നാണ്. അവിടെ ആ ചുറ്റുമുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്, നമുക്കും കാണുമ്പോൾ ചിരി വരും. പക്ഷേ ചിരിക്കും അപ്പുറത്തേക്ക് അപ്പോൾ ഞാനടക്കം അല്ലെങ്കിൽ നമ്മളടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വരും തലമുറയെ എത്രമാത്രം ബാധിക്കാൻ പോകുന്ന ഒരു വലിയൊരു വിഷയമാണ് അവിടെ കാണുന്നതെന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ആണെങ്കിലും ഇതിലിപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഞാനും ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരും അല്ലെ അനഘയും ഒക്കെ തന്നെയാണ്. പക്ഷെ നമുക്കും മാറാൻ കഴിയുന്നില്ല. ഇപ്പോൾ 24 മണിക്കൂർ ഇതിങ്ങനെ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും പോകുന്നുണ്ട്. അത് മാറ്റാൻ ചിലർ ശ്രമിക്കുന്നു, ചിലർ അതിൽ പരാജയപ്പെടുന്നു. നോക്കാം, എന്തായാലും ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞു. അത് പരമാവധി പോസിറ്റീവായിട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുക. ശരി അനഘ.